ഇത് സത്യത്തിൽ മഞ്ഞളാണോ മഞ്ഞക്കൂവയാണോ കസ്തൂരി മഞ്ഞളാണോ എന്നറിയാതെ നമ്മൾ നട്ട സാധനമാണ് കേട്ടോ. ആയുർവേദ ഷോപ്പിൽ നിന്ന് മഞ്ഞൾ വാങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കരുതി ചിലപ്പോൾ കസ്തൂരി മഞ്ഞളായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് നട്ടതാണ്. പിന്നെ അത് വളർന്ന് വലുതായി അതിൻ്റെ ഇലയൊക്കെ അത്യാവശ്യം ഉണങ്ങിപ്പോയി. അത് നമ്മൾ പറിക്കാമെന്ന് വെച്ചു. അതിന് മുമ്പ് നടുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു അത് കസ്തൂരി മഞ്ഞളായിരിക്കില്ല, അത് മഞ്ഞക്കൂവയാണെന്നും പറഞ്ഞു. പക്ഷേ നമ്മളെന്താ സമ്മതിക്കുന്നത്, അല്ലല്ല അത് കസ്തൂരി മഞ്ഞൾ തന്നെയാണ് അമ്മ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണെന്നുള്ള ഡയലോഗൊക്കെ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇനി പറിച്ച് വെക്കാമെന്ന് വിചാരിച്ച് പറിക്കാനുണ്ടോ. അപ്പം ഞാനാണെങ്കിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു നീ കൊത്തുന്നത് തീരെ ശരിയാകുന്നില്ല, അതുമ്മ തട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ കൊത്തിക്കൊണ്ടുവന്ന്. പോരാളിയല്ലേ പറയുന്നത്, നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കൈക്കോട്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഒന്നുമ്മേ തട്ടെടുത്ത് പറഞ്ഞ ആൾ ആദ്യം കൊത്തി തന്നെ അതിൻ്റെ മേലെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. അമ്മ പറഞ്ഞത് ശരിയായിരുന്നു, അത് മഞ്ഞക്കൂവ തന്നെ ആയിരുന്നു. നല്ലൊരു മണമാണ് കേട്ടോ ഈ കൂവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് വേർതിരിച്ചറിയാനും വേണ്ടിയിട്ട് പറ്റും. എൻ്റെ വേരിനൊക്കെ ഭയങ്കര ബലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, നല്ല ഭംഗിയില്ലേ ഉള്ളിലെ കളറ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് പ്രയാസമായിരുന്നു പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പോലും ഞാനും അമ്മി അവിടെ ഒരു ചോടനായിട്ടുണ്ടായിരുന്നുള്ളൂ, അത് മുഴുവനായിട്ടും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പറിച്ചെടുത്തിട്ട് നമുക്ക് കൂവപ്പൊടി ആക്കാമെന്ന് വിചാരിച്ചു. വെറുതെ വെച്ചുകൊണ്ടിരുന്ന അവിടെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്യലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൈയോടെ തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പൊടി ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊക്കെ നല്ല ഇതിൻ്റെ നാരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അവിടെ ഇരുന്ന് അപ്പം തന്നെ അതൊക്കെ പാടെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇതാ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേട്ടോ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന് ചുറ്റും ഓരോരു തുണി കെട്ടി കൊടുക്കും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തോർത്തുമുണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച കൂവ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ഇത് ഇളക്കി കൊടുക്കുക. കൂവപ്പൊടി പോയിട്ട് പാത്രത്തിനടിയിൽ താഴും. അപ്പോൾ നമ്മളിത് 7 പ്രാവശ്യം വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതൊന്ന് വെയിലത്തിട്ട് ഉണക്കും കൂടി ചെയ്യും കേട്ടോ. അങ്ങനെ നമുക്ക് ഇത്രയും കൂവപ്പൊടിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് പ്യുവർ വൈറ്റ് ആവുമോ അതോ ഈ യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ കിടക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നവർ പറയണേ.